ഹായ് എവരി വൺ. ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില സമയങ്ങളൊക്കെ നമ്മൾ പറയൂലേ, ആ സംഭവം ഉണ്ടായപ്പോഴേക്കും ഞാൻ ആൾക്ക് ഷോക്കായി പോയി എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. അതായത് ഐ ആം ഷോക്ക്ഡ്, അതായത് ഞാൻ ഷോക്കായി പോയി എന്ന് അങ്ങനെയല്ലേ പറയുന്നത്, ഐ ആം ഷോക്ക്ഡ്. അതിന് തുല്യമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കും തോറും നമ്മൾ കൂടുതൽ റിച്ച് ആകുമെന്നറിയാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആകുക. നമുക്ക് പഠിക്കാം. ഐ എം ഷോക്ക്ഡിന്റെ ഡിഫറെന്റ് എക്സ്പ്രഷൻസ്. ഏറ്റവും ആദ്യത്തെ എക്സ്പ്രഷൻ ആണ് ഐ എം ടേക്കൺ അബാക്ക്. ഐ എം ഷോക്ക്ഡ് എന്നതിന് പകരം നമുക്ക് പറയാം ഐ എം ടേക്കൺ അബാക്ക്. ഓക്കെ, അപ്പൊ ഐ എം ടേക്കൺ അബാക്ക് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഐ എം ടേക്കൺ അബാക്ക് ബൈ ഹിസ് റൂഡ്നെസ്. ഐ തോട്ട് ഹി വാസ് എ പൊളൈറ്റ് പേഴ്സൺ. ഐ എം ടേക്കൺ അബാക്ക് ബൈ ഹിസ് റൂഡ്നെസ്. ഐ തോട്ട് ഹി വാസ് എ പൊളൈറ്റ് പേഴ്സൺ. അതായത് റൂഡ്നെസ് എന്താണെന്നറിയാലോ, മര്യാദയില്ലാത്ത പെരുമാറ്റം. അപ്പോൾ അയാളുടെ ആ മര്യാദയില്ലാത്ത പെരുമാറ്റം കണ്ടപ്പോഴേക്കും ഞാൻ ഷോക്ക്ഡായി മാറി എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഐ എം ടേക്കൺ അബാക്ക് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷന് ശേഷം നമ്മളൊരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഏതാണെന്നറിയോ? ബൈ. ഐ എം ടേക്കൺ അബാക്ക് ബൈ. ഐ എം ടേക്കൺ അബാക്ക് ബൈ എന്നാണ് പറയാറുള്ളത്. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം. അടുത്ത സെന്റൻസ് നോക്കാം. ഐ എം ടേക്കൺ അബാക്ക് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ഐ എം ടേക്കൺ അബാക്ക് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ഈ പ്രകൃതി ഭംഗി അല്ലെ, ആ ഒരു പ്രദേശത്തിന്റെ ആ ഭംഗി, ആ പ്രദേശത്തിന്റെ പ്രത്യേക ഭംഗി കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വല്ലാതെ ഷോക്ക്ഡ് ആയിപ്പോയി. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ടേക്കൺ അബാക്ക്. ഐ എം ടേക്കൺ അബാക്ക് ബൈ ഹൗ ക്വിക്ക്ലി തിങ്സ് ചേഞ്ച്ഡ്. ഐ എം ടേക്കൺ അബാക്ക് ബൈ ഹൗ ക്വിക്ക്ലി തിങ്സ് ചേഞ്ച്ഡ്. ഈ കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് മാറിയത്. ഇതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും ഞാൻ ആകെ ഷോക്ക്ഡ് ആയിപ്പോയി. ഇതാണ് എൻ്റെ അർത്ഥം. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഐ എം അഗാസ്റ്റ്. ഐ എം അഗാസ്റ്റ്, അതായത് ഐ എം ഷോക്ക്ഡ് എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പൊ നമുക്ക് ഐ എം അഗാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ സെന്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം. When I saw the final bill, I was aghast. When I saw the final bill, I was aghast. നമ്മൾ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞ് നമ്മളെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം ബില്ല് വരുമ്പോഴേക്കുമാണ് നമ്മൾ സാധാരണ ഷോക്ക്ഡ് ആകുന്നത് അല്ലെ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ഫൈനൽ ബില്ല് കണ്ടപ്പോഴേക്കും ഞാൻ ഷോക്ക്ഡായി എന്നാണ്. I am aghast to learn that such a crime could happen in our society. I am aghast to learn that such a crime could happen in our society. അതായത് ഞാൻ ഞെട്ടിപ്പോയി, അതായത് ഞാൻ ആകെ ഷോക്ക്ഡായി പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടില് നമ്മുടെ സമൂഹത്തില് നടക്കുമോ എന്നോർത്ത് ഞാൻ ഞെട്ടിപ്പോയി. അതാണ് ഞാനൊരു സംഭവം പറഞ്ഞു. അപ്പൊ അതൊരിക്കലും നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അത് നടന്നു എന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് വല്ലാതെ ഷോക്കായി. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളും ഒരിക്കൽ പോലും നമ്മുടെ തലയിൽ വരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അഗാസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം ഐ ആം അഗാസ്റ്റ് to learn that such a crime could happen in our society. I am aghast at the level of disrespect shown during the meeting. I am aghast at the level of disrespect shown during the meeting. മീറ്റിംഗ് നടക്കുന്ന ആ ഒരു സമയത്ത് അവിടെ കാണപ്പെട്ട ആ ബഹുമാനമില്ലായ്മ, അത് കണ്ടപ്പോഴേക്കും എനിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ഞെട്ടിപ്പോയി. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത വേറൊരു എക്സ്പ്രഷനാണ് ഐ എം ഡം ഫൗണ്ടഡ്. ഐ എം ഡം ഫൗണ്ടഡ്. അതായത് ഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡെഫ് ആൻഡ് ഡം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ബധിരമൂകർ അല്ലെ. അപ്പൊ മൂകമായി തീരുക എന്നാണ് ഡം എന്നുള്ളതിന് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോക്കോടുകൂടി നമ്മൾ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കാവുന്ന ഒരു അവസ്ഥയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് ഡം ഫൗണ്ടഡ്. ഐ എം ഡം ഫൗണ്ടഡ്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. I am dumbfounded by the lack of common sense displayed in that decision. I am dumbfounded by the lack of common sense displayed in that decision.
ആ ഒരു തീരുമാനത്തില് ആ ഡിസിഷനിൽ കാണപ്പെട്ട ആ ഒരു കോമൺ സെൻസിന്റെ അഭാവം. ഇത് കണ്ടപ്പോഴേക്കും ഞാൻ ഷോക്ക്ഡായി. അതായത് എന്നെ ഷോക്ക്ഡ് ആക്കിയ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു തീരുമാനത്തിലെ ആ ഒരു കോമൺ സെൻസ്, സാമാന്യ ഒരു ബോധമില്ലാതെ കാര്യങ്ങൾ ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഞെട്ടിച്ചത്. When I heard the news, I was utterly dumbfounded. When I heard the news, I was utterly dumbfounded. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ വാർത്ത കേട്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വല്ലാതെ ഷോക്ക്ഡായി പോയി, അങ്ങേയറ്റം ഷോക്ക്ഡായി പോയി. അതാണ് utterly dumbfounded എന്ന് പറഞ്ഞിരിക്കുന്നത്. I am dumbfounded that he would say such a thing. I am dumbfounded that he would say such a thing. അതായത് അവൻ അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ ഷോക്ക്ഡായി. അടുത്തൊരു എക്സ്പ്രഷനാണ് ഐ എം ഫ്ലബർഗാസ്റ്റഡ്. ഐ എം ഫ്ലബർഗാസ്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം ഷോക്ക്ഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. എനിക്കൊരു പ്രൊപ്പോസൽ വന്നു. അപ്പൊ ഈ പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ഷോക്ക്ഡായി. ഐ എം ഫ്ലബർഗാസ്റ്റഡ് ബൈ ദ പ്രൊപ്പോസൽ, അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. ഐ എം ഫ്ലബർഗാസ്റ്റഡ് ബൈ ദ പ്രൊപ്പോസൽ. I am flabbergasted that she remembered my birthday after many years. I am flabbergasted that she remembered my birthday after many years. കുറേ വർഷങ്ങൾക്ക് ശേഷം പോലും അവള് എൻ്റെ ബർത്ത്ഡേ ഓർക്കുന്നു എന്ന കാര്യം എന്നെ ഷോക്ക്ഡ് ആക്കി. After hearing the news, I was simply flabbergasted. After hearing the news, I was simply flabbergasted. എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ് ഐ വാസ് സിംപ്ലി ഫ്ലബർഗാസ്റ്റഡ് എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വല്ലാതെ ഷോക്ക്ഡായി പോയി. അടുത്തൊരു എക്സ്പ്രഷനാണ് ഐ എം ഫ്ലോർഡ്. ഐ എം ഫ്ലോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ അങ്ങോട്ട് ഫ്ലോർ എന്താണ്, ഫ്ലോർ എന്ന് വെച്ചാൽ തറ എന്നല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഏറ്റവും താഴ്ന്ന ലെവൽ വരെ, അതായത് ഷോക്ക്ഡായിട്ട് ആ ഷോക്കിന്റെ ഏറ്റവും താഴത്തെ ലെവൽ വരെ ഞാൻ എത്തി എന്നാണ് ഐ എം ഫ്ലോർഡ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഐ എം ഫ്ലോർഡ് ബൈ ഹൗ മച്ച് ഹി ഹാസ് ഏൺഡ് ഇൻ സച്ച് എ ഷോർട്ട് ടൈം. ഐ എം ഫ്ലോർഡ് ബൈ ഹൗ മച്ച് ഹി ഹാസ് ഏൺഡ് ഇൻ സച്ച് എ ഷോർട്ട് ടൈം. അതായത് ആ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ അവൻ എന്തുമാത്രം സമ്പാദിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് വല്ലാതെ ഏറ്റവും താഴത്തെ ലെവലിൽ, ഷോക്കിന്റെ ഏറ്റവും താഴത്തെ ലെവൽ വരെ ഞാൻ എത്തി, അത്രയ്ക്ക് ഷോക്ക്ഡായി എന്നാണ് ഇതിനർത്ഥം. ഐ എം ഫ്ലോർഡ് ബൈ ദ ജനറോസിറ്റി യു ഷോഡ്. ഐ എം ഫ്ലോർഡ് ബൈ ദ ജനറോസിറ്റി യു ഷോഡ്. നീ എന്നോട് കാണിച്ച ആ ഹൃദയ വിശാലത, ആ വിശാല മനസ്കത, അത് കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് അങ്ങേറ്റം ഷോക്ക്ഡായി. When I heard of his death, I was floored. When I heard of his death, I was floored. അവന്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വല്ലാതെ ഷോക്ക്ഡായി. വേറൊരു എക്സ്പ്രഷനാണ് ഐ എം ഗോബ്സ്മാക്ഡ്. ഐ എം ഗോബ്സ്മാക്ഡ്. അപ്പൊ നമുക്ക് ഐ എം ഗോബ്സ്മാക്ഡ് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. When I heard of his marriage, I was gobsmacked. When I heard of his marriage, I was gobsmacked. അതായത് അവന്റെ കല്യാണത്തെക്കുറിച്ച് കേട്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഷോക്ക്ഡായി. I am gobsmacked at how quickly she learned to play the piano. I am gobsmacked at how quickly she learned to play the piano. അവൾ എങ്ങനെ ഈ പിയാനോ വായിക്കാൻ പഠിച്ചു ഇത്ര പെട്ടെന്ന് എന്ന് ഓർത്തപ്പോഴേക്കും ഞാൻ ആകെ ഷോക്ക്ഡായി. I am gobsmacked at how much the children have grown. I am gobsmacked at how much the children have grown. അതായത് ഈ കുട്ടികൾ എത്രമാത്രം വളർന്നു എന്നതിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഷോക്ക്ഡായി. വേറൊരു എക്സ്പ്രഷനാണ് ഐ എം ഇൻ ഓ. ഐ എം ഇൻ ഓ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഐ എം ഷോക്ക്ഡ് എന്നാണ്. അപ്പൊ നമുക്ക് ഐ എം ഇൻ ഓ എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഐ എം ഇൻ ഓ ഓഫ് ദി athlete's performance. I am in awe of the athlete's performance. അതായത് ആ കായിക താരത്തിന്റെ പ്രകടനം കണ്ടപ്പോഴേക്കും ഞാൻ ഷോക്ക്ഡായി. ആ കായിക താരത്തിന്റെ പ്രകടനത്തിൽ ഞാൻ ഷോക്ക്ഡായി എന്നാണ് ഇതിനർത്ഥം. I am in awe of the dedication of the doctor and the nurses. I am in awe of the dedication of the doctor and the nurses. ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഈ ഡോക്ടേഴ്സും നേഴ്സസും, ഡോക്ടറും നേഴ്സസും കാണിക്കുന്ന ആ ഒരു സമർപ്പണ മനോഭാവം ഇല്ലേ, അതായത് എല്ലാം അവരുടെ ആ ഒരു
ഫുൾ ഡെഡിക്കേഷൻ എന്ന് പറയും നമ്മൾ. ആ പരിപൂർണ സമർപ്പണത്തോടുകൂടി അവരവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും, അവരുടെ ആ സമർപ്പണം കണ്ടപ്പോഴേക്കും ഞാൻ ഷോക്ക്ഡായി. I am in awe of the courage displayed by those who helped the disaster. I am in awe of the courage displayed by those who helped the disaster. അതായത് ഈ മഹാമാരിയുടെ സമയത്ത് ഈ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ആൾക്കാർ ഈ സഹായിക്കുന്നത് കണ്ടപ്പോഴേക്കും, അവരുടെ ധൈര്യം കണ്ടപ്പോഴേക്കും ഞാൻ ഷോക്ക്ഡായി. ഐ ആം ഇൻ ഓ of the courage displayed by those who helped the disaster. ഏറ്റവും അവസാനത്തെ എക്സ്പ്രഷനാണ് ഐ ആം ഇൻ ഷോക്ക്. അപ്പൊ ഈ ഐ ആം ഷോക്ക്ഡ് എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു എക്സ്പ്രഷനാണ് ഐ ആം ഇൻ ഷോക്ക്. അപ്പൊ ഐ ആം ഇൻ ഷോക്ക് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഐ ആം ഇൻ ഷോക്ക് ദാറ്റ് ഹി വുഡ് ഗോ ടു അമേരിക്ക. ഐ ആം ഇൻ ഷോക്ക് ദാറ്റ് ഹി വുഡ് ഗോ ടു അമേരിക്ക. അപ്പൊ അവൻ അമേരിക്കയിൽ പോകുമായിരുന്നു. ആ ഒരു കാര്യം, അവൻ അമേരിക്കയിൽ പോകും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഷോക്ക്ഡായി. ഐ എം ഇൻ ഷോക്ക്. ഐ നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ ക്വസ്റ്റ്യൻ. ഐ എം ഇൻ ഷോക്ക്. ഐ നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ ക്വസ്റ്റ്യൻ. അതായത് ഞാൻ ഇത്തരത്തിലുള്ളൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഷോക്ക്ഡായി. ആഫ്റ്റർ സീയിങ് ദ ഡാമേജ് ഐ എം ഇൻ ഷോക്ക്. ആഫ്റ്റർ സീയിങ് ദ ഡാമേജ് ഐ എം ഇൻ ഷോക്ക്. ഈ ഡാമേജ് കണ്ടതിന് ശേഷം ഞാൻ ഷോക്കിലാണ്. അപ്പോൾ ഇത്രയും എക്സ്പ്രഷൻസ് ആണ് ഐ ആം ഷോക്ക്ഡ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷനോട് ചേർത്ത് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ അനുദിന സംസാരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ഇംഗ്ലീഷിൽ നിങ്ങൾ എൻറിച്ച്ഡ് ആകും. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.